Hello everyone, welcome back to C-Sound Learning. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സെപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു, അതിൻ്റെ കുറച്ച് അസംഷൻസ് പറഞ്ഞു. അതിന് മുമ്പ് നമ്മൾ എന്താണ് ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഷെഡ്യൂൾ എന്താണെന്ന് പറഞ്ഞു, ഡിമാൻഡ് ഷെഡ്യൂൾ, ഡിമാൻഡ് കർവ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സെപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. അതിൽ ഫസ്റ്റ് എക്സെപ്ഷൻ ആണ് ഗിഫൺ ഗുഡ്സ്. അപ്പം എന്താണ് ഗിഫൺ ഗുഡ്സ് എന്നുള്ളത് നോക്കാം. സർ റോബർട്ട് ഗിഫൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് ഇത്തരത്തിൽ ഗിഫൺ ഗുഡ്സിന്റെ എഫക്റ്റ് ഒരു ലോ ഓഫ് ഡിമാൻഡിന് എക്സെപ്ഷൻ ആണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം ഗുഡ്സിന് നമ്മൾ ഗിഫൺ ഗുഡ്സ് എന്ന് വിളിക്കാൻ കാരണം. ദീസ് ആർ ഇൻഫീരിയർ ഗുഡ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. If the prices of given goods rises, consumers may actually buy more of it because no longer afford superior goods. That means ഇവിടെ ഗിഫൺ ഗുഡ്സിന്റെ കേസിൽ പറയുന്നത് ഗുഡ്സിന്റെ പ്രൈസ് കൂടുമ്പോൾ അവർ കൂടുതൽ അത് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ആ ഗുഡ്സിന്റെ പ്രൈസ് ഇനിയും കൂടി കഴിയുമ്പോൾ അവർക്ക് ആ ഒരു കൂടിയ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗിഫൺ ഗുഡ്സിന്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ ഇവർ അതിന്റെ പർച്ചേസിങ് അവർ കുറക്കുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ആ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ആ ഒരു പിക്ചറിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും ബ്രെഡും മീറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് അവിടെ ബ്രെഡിനെ നമ്മളൊരു ഗിഫൺ ഗുഡ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഗിഫൺ ഗുഡ്സിന്റെ പ്രൈസ് കുറയുമ്പോൾ നമ്മൾ ആ ഒരു കുറഞ്ഞ വിലക്ക് നമ്മൾ ആദ്യം മേടിച്ചിരുന്ന അതേ ക്വാണ്ടിറ്റി മേടിച്ച് പകരം ബാക്കിയുള്ള നമ്മുടെ ഇൻകം ഉണ്ടാവും. ആ ബാക്കിയുള്ള ഇൻകം ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവിടെ മീറ്റ് നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലോ ഇൻകം, മിഡിൽ ഇൻകം ആളുകളുടെ കേസിലാണ് ഇത്തരത്തിലുള്ള ഒരു ഗിഫൺ ഇഫക്റ്റ് വരുന്നത്. അതായത് ഗിഫൺ ഗുഡ്സിന്റെ പ്രൈസ് കുറയുന്ന കേസിൽ എങ്ങനെയാണ് വരിക? പ്രൈസ് കുറയുമ്പോൾ നമ്മൾ ആദ്യം മേടിച്ചതിനേക്കാൾ കുറച്ച് മേടിക്കുന്നു. കാരണം കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ ടോട്ടൽ ഇൻകം ഇത്ര രൂപയാണുള്ളത് വെച്ചെങ്കിൽ നമ്മൾ അത്ര രൂപക്ക് പർച്ചേസ് ചെയ്ത് ബാക്കി നമുക്ക് ഇൻകം വരുന്നത് ഉപയോഗിച്ച് നമ്മൾ മറ്റ് സാധനങ്ങൾ അവിടെ നമ്മൾ ബ്രെഡും മീറ്റും മേടിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗുഡ്സിന്റെ പ്രൈസ് കുറയുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ കുറച്ചിട്ട് മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സുകളും കൂടി ആ ഒരു പൈസക്ക് മേടിക്കുന്നു. അതാണ് ആ ഒരു ഗിഫൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് ലോ ഓഫ് ഡിമാൻഡിന് ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള ഒരു കേസാണ്. രണ്ടാമത്തെ ഒരു എക്സെപ്ഷൻ ആണ് വെബ്ലൻ ഗുഡ്സ്. വെബ്ലൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ലക്ഷറി ഐറ്റംസ് വേർ എ ഹയർ പ്രൈസ് ക്യാൻ ആക്ച്വലി ഇൻക്രീസ് ഡിമാൻഡ് ബിക്കോസ് ദേ ആർ പെർസീവ്ഡ് ആസ് സ്റ്റാറ്റസ് സിംബൽസ്. ഈ ഒരു വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഹൈ പ്രഷ്യസ് ആയിട്ടുള്ള നമ്മൾ സ്റ്റാറ്റസ് സിംബൽ ആയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സുകളാണ്. ഇപ്പോൾ BMW കാറ് അത്തരത്തിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വില കൂടിയ സാധനങ്ങളാണ് വെബ്ലൻ ഗുഡ്സിൽ പറയുന്നത്. ഇത്തരം വസ്തുക്കളുടെ വില കൂടുമ്പോഴാണ് അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുക. വില കൂടുമ്പോഴാണ് അതിൻ്റെ വാല്യൂ കൂടുന്നത്. അത് വളരെ ഹൈ ഇൻകം ആയിട്ടുള്ള ആളുകൾ, വളരെ പ്രഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ നല്ല സ്റ്റാറ്റസിന് വേണ്ടി കൊണ്ട് നടക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അതും ലോ ഓഫ് ഡിമാൻഡിന് ഒരു എക്സെപ്ഷൻ ആണ്. കാരണം എന്താണ്? ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞു ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നതാണ് ലോ ഓഫ് ഡിമാൻഡ്. സോ അതിന് എക്സെപ്ഷൻ ആണ് ഈ ഒരു വെബ്ലൻ ഗുഡ്സ്. ദാറ്റ് മീൻസ് ഇവിടെ വില കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും വാല്യൂ ഒക്കെ കൂടുന്നത് ആ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് കൂടുമ്പോഴാണ്. തേർഡ് വൺ ആണ് നെസസിറ്റീസ് ഓർ നെസസറി ഗുഡ്സ് എന്ന് പറയും. ഫോർ എസെൻഷ്യൽ ഗുഡ്സ് ലൈക്ക് സർട്ടൻ മെഡിസിൻസ് ഓർ ബേസിക് ക്രോക്കറീസ് ഡിമാൻഡ് മേ റിമൈൻ റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് ഈവൻ വിത്ത് ദ പ്രൈസ് ഇൻക്രീസസ്. നെസസിറ്റി ഗുഡ്സിൽ വരുന്നത് റൈസ്, വീറ്റ്, മെഡിസിൻസ്. ഈ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും അത് നെസസറി ആയിട്ടുള്ളതാണ് നമ്മുടെ ഒരു ലിവിങ്ങിന് വേണ്ടിയിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ വില കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് കൂടിയ വിലക്ക് തന്നെ വാങ്ങും. കുറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുന്നില്ല. അത്തരം ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് നെസസിറ്റി ഗുഡ്സ്. അതിൽ റൈസ്, വീറ്റ്, മെഡിസിൻസ് ഒക്കെ വില കൂടിയാലും നമ്മൾ വാങ്ങിക്കും. അത്തരം ഗുഡ്സ് ആണ് നെസസിറ്റി ഗുഡ്സ്. ഇതും ലോ ഓഫ് ഡിമാൻഡിനൊരു എക്സെപ്ഷൻ ആയിട്ട് പറയുന്നതാണ്. Fourth one is expectation of future price changes. If consumers anticipate a further price increases in the future, they may increase their current purchase with the higher prices. അതായത് കൺസ്യൂമേഴ്സ് എന്താണ് ഫ്യൂച്ചറിൽ
ഭാവിയിൽ പ്രൈസ് കൂടുമെന്ന് എക്സ്പെക്ട് ചെയ്തു. അവിടെ ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞത് ഫ്യൂച്ചറിൽ ഈ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് കൂടാം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഉള്ള പ്രൈസിൽ തന്നെ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നു. ഇപ്പോൾ വില കൂടി നിൽക്കുകയാണെങ്കിൽ കൂടി കൂടുതൽ പർച്ചേസ് ചെയ്യുന്നു. ഭാവിയിൽ ഇതിനേക്കാൾ വില കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻക്രീസ്ഡ് പ്രൈസ് അതിലൂടെ ഒരു ലോസ് വരാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നു. അതാണ് ഈ ഒരു കേസിൽ പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രൈസ് ചേഞ്ചസ്. ഇത്തരത്തിലുള്ള ഒരു ഫ്യൂച്ചറിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നു. അതും ലോ ഓഫ് ഡിമാൻഡിനൊരു എക്സെപ്ഷൻ കേസാണ്. കാരണം കറൻ്റ്ലി പ്രൈസ് കൂടുതലാണെങ്കിൽ കൂടി ഇനി ഇതിലും കൂടാം എന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇഫ് റിയൽ എസ്റ്റേറ്റ് പ്രൈസസ് ആർ എക്സ്പെക്റ്റഡ് ടു റൈസ് പീപ്പിൾ മൈറ്റ് ബൈ ഹൗസസ് നൗ ഈവൻ ഇഫ് ദ പ്രൈസസ് ആർ ഓൾറെഡി ഹൈ. ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് കൂടുതലാണെങ്കിൽ കൂടെ ഭാവിയിൽ ഇതിലും കൂടുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ, നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കൂടിയ പ്രൈസിൽ ഇന്ന് വാങ്ങാൻ റെഡി ആവുന്നു. അതെന്ന് പറയുന്നതും ഒരു ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഒരു എക്സെപ്ഷൻ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, കൺസ്യൂമേഴ്സ് ഇഗ്നോറൻസ്. കൺസ്യൂമേഴ്സ് ഇഗ്നോറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടാവും, അതായത് വില കൂടിക്കഴിയുമ്പോൾ ആ ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റിയും കൂടുതലാണ്. ക്വാളിറ്റി കൂടുതലായത് കൊണ്ടാണ് വില കൂടിയത് എന്നുള്ള ഒരു തരം കൺസ്യൂമേഴ്സിൻ്റെ ഒരു മിസ്പെർസെപ്ഷൻ. ഇത്തരത്തിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ വിലയും ക്വാളിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കുന്ന ആ ഒരു മിസ്പെർസെപ്ഷനെയാണ് ഇവിടെ കൺസ്യൂമർ ഇഗ്നോറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സംടൈംസ് കൺസ്യൂമേഴ്സ് മേ ബി unaware of price changes or perceived higher prices goods to be a better quality, leading them to continue purchasing the goods even at a higher price. അത്തരത്തിൽ നമ്മൾ വില കൂടുന്നതിനുള്ള കാരണം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടുതലാണെന്നുള്ള നമ്മുടെ ആ ഒരു വാങ്ങുന്നവരുടെ ആ ഒരു മിസ്പെർസെപ്ഷൻ വരും. അത്തരത്തിലുള്ള മിസ്പെർസെപ്ഷൻ പറയുന്നത് ചിലപ്പോൾ ശരിയാവാം, തെറ്റാവും. ഓക്കെ, അത്തരത്തിലുള്ള ആ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഒരു എക്സെപ്ഷൻ കേസാണ്. കാരണം ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞു, വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു, വില കുറയുമ്പോൾ ആളുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. അതിനൊരു എക്സെപ്ഷൻ കേസാണ് ഈ ഒരു ക്വാളിറ്റി കൂടുന്നത് കൊണ്ടാണ് വില കൂടുന്നത് എന്നുള്ള ഒരു കൺസ്യൂമേഴ്സിൻ്റെ അത്തരത്തിലൊരു ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സെപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് തമ്മിലുള്ള ആ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അതിൻ്റെ കുറച്ച് എക്സെപ്ഷൻ കേസുകളാണ് ഗിഫൺ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ്, നെസസിറ്റി ഗുഡ്സ്, പിന്നെ കൺസ്യൂമേഴ്സിൻ്റെ മിസ്പെർസെപ്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ ഇഗ്നോറൻസ് എന്ന് പറയും. അവിടെ ക്വാളിറ്റിയും പ്രൈസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ പറയുന്നത്. ദെൻ ഫ്യൂച്ചർ പ്രൈസ് ചേഞ്ചസ് എന്നുള്ള ആൻറ്റിസിപ്പേഷൻ. ദീസ് ആർ ദ എക്സെപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്.